ഹായ് ഹലോ അസ്സാം വലൈക്കും എല്ലാവർക്കും ഹനാസ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്നത്തെ റെസിപ്പി ഒരു ഈസി ബിരിയാണിയാണ്. ബാച്ചിലേഴ്സിന് ട്രൈ ചെയ്യാൻ പറ്റിയ ഒരു നല്ല ബിരിയാണിയാണ്. നമ്മളിത് കുക്കറിലാണ് ഉണ്ടാക്കിയത്, അതുകൊണ്ട് തന്നെ വെറും അരമണിക്കൂർ കൊണ്ട് നമുക്കിത് തയ്യാറാക്കാൻ പറ്റി. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. വീഡിയോയിലേക്ക് കിടക്കാം. ഒരുപാട് വെറൈറ്റി ബിരിയാണി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, അതിൻ്റെ പ്ലേലിസ്റ്റ് ആക്കി വെച്ചിട്ടുണ്ട്. അതൊന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ചിക്കനൊക്കെ ഇതാ റെഡിയാക്കിയിട്ടുണ്ട്. ഒരു ചിക്കൻ്റെ പകുതി പോർഷനാണ് എടുത്തത്. കുറച്ച് വലിയ പീസസ് ആക്കി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ ഗരം മസാല, പാകത്തിനുള്ള ഉപ്പും ചേർത്ത് പിന്നെ ഇതാ തൈര് ചേർക്കാം. 2 ടേബിൾ സ്പൂൺ തൈര് ഇട്ട് നന്നായിട്ട് മിക്സാക്കി മാറ്റി വെക്കാം. അപ്പോൾ ഇത് നമ്മൾ ബിരിയാണി ഉണ്ടാക്കുന്ന ഫസ്റ്റ് തന്നെ നമുക്ക് ഈ ഒരു മസാലയൊക്കെ ഇട്ട് ചിക്കൻ ഒന്ന് മാരിനേറ്റ് ചെയ്ത് മാറ്റി വെക്കാം. അപ്പോൾ ഈ ഒരു സമയത്ത് നമ്മൾക്ക് ഇതിന് വേണ്ട മസാല തയ്യാറാക്കാം. അപ്പോൾ കുക്കറിലോട്ട് നമ്മൾക്കിതാ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. 3 ടേബിൾ സ്പൂണോളം ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഒരു കഷ്ണം പട്ട, 6 പീസോളം കറാമ്പ് ഇട്ടിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു ബേ ലീഫ് ഇട്ട് കൊടുക്കാം. ഒന്ന് ചെറുതായി ഒന്ന് കട്ട് ചെയ്തിട്ട് അതിലേക്ക് ഇട്ടിട്ടുണ്ട്. പിന്നെ ഇതാ 2 ഏലക്ക ഇട്ടിട്ടുണ്ട്. ഇനി നമ്മളിതിൽ ചേർക്കുന്നത് 1/2 ടീസ്പൂൺ പെരിഞ്ചീരകം, പിന്നെ നമ്മൾ കട്ട് ചെയ്ത് വെച്ച സവാള ചേർത്ത് കൊടുക്കാം. 2 വലിയ സവാളയാണ് ചേർക്കുന്നത്. പിന്നെ ഇതിലേക്ക് ഞാൻ നെയ്യാണ് ചേർത്ത് കൊടുക്കുന്നത്. 1-2 ടേബിൾ സ്പൂൺ നെയ്യും കൂടിയിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. അപ്പോൾ നമ്മൾ ഈ ഒരു രീതിയിൽ ഉണ്ടാക്കുമ്പോൾ അധികം മസാലയൊന്നും വേണ്ട. നമ്മൾ സാധാരണ ബിരിയാണി ഉണ്ടാക്കുന്നതിനേക്കാളും കുറഞ്ഞ ഇൻഗ്രീഡിയൻസാണ് എല്ലാം എടുക്കേണ്ടത്. പിന്നെ ഇതാ നമ്മുടെ സവാള ഒന്ന് വാടി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് പച്ചമുളക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ പച്ചമുളക് ഒരു 6-7 എണ്ണം എടുത്തിട്ടുണ്ട്. ഇത് വലിയ എരിവില്ലാത്ത പച്ചമുളകാണ്. ഇനി 2 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. ഇവിടെ സവാളയൊന്നും അധികം വഴറ്റി നല്ലോണം ബ്രൗൺ കളറിൻ്റെ ആവശ്യമില്ല. സാധാരണ ബിരിയാണി ഉണ്ടാക്കുമ്പോൾ അങ്ങനെയാണ് ഉണ്ടാക്കൽ. അപ്പോൾ ഇത് നമ്മൾ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കുന്ന രീതിയാണ്. ടേസ്റ്റിനാണെങ്കിൽ ഒട്ടും കുറവില്ല. ഈ ഒരു രീതിയിൽ ഇങ്ങ് ഉണ്ടാക്കി നോക്ക്. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ നമ്മൾക്ക് ഇതിലേക്ക് നെയ്യ് വേണമെങ്കിൽ നെയ്യ് ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ 2 ടേബിൾ സ്പൂൺ നെയ്യാണ് ഇതിലേക്ക് ഇട്ടിട്ടുള്ളത്. പിന്നെ ഇതിൽ മസാലപ്പൊടികളായിട്ട് ഞാനിതാ മഞ്ഞൾപ്പൊടി 1 ടീസ്പൂൺ ഇട്ടിട്ടുണ്ട്. പിന്നെ ഇത് ഞാൻ ബിരിയാണി മസാലയാണ്. ബിരിയാണി മസാല 1 ടേബിൾ സ്പൂൺ ഇട്ടിട്ടുണ്ട്. ബിരിയാണി മസാല നമുക്ക് കടയിൽ നിന്നൊക്കെ വാങ്ങാൻ കിട്ടുന്ന ആ ഒരു പൊടി തന്നെയാണ്. പിന്നെ 1 ടീസ്പൂൺ മുളക് പൊടിയും 1 ടീസ്പൂൺ മല്ലിപ്പൊടിയും കൂടി ചേർക്കുന്നുണ്ട്. ഇനി എല്ലാം കൂടി നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കുക. അപ്പോൾ നിങ്ങൾ മുളക് പൊടിയൊക്കെ ഇടുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കണം. നമ്മൾ ഇടുന്ന പച്ചമുളകിന് എരിവ് കൂടുതലുണ്ടെങ്കിൽ നമ്മൾക്ക് ഏതെങ്കിലും ഒന്ന് കുറക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഞാനെടുത്ത മുളകിന് അത്ര എരിവില്ലാത്തതാണ്. പിന്നെ ഇതാ ഇതുപോലെ നന്നായിട്ട് ഇളക്കി ആ ഒരു മസാലേൻ്റെ നല്ലൊരു മൂത്ത മണം വരുന്നവരെ നമുക്കിതൊന്ന് മിക്സാക്കി എടുക്കണം. അപ്പോൾ ഈ ഒരു നെയ്യിൽ നന്നായിട്ടൊന്ന് മിക്സായി വരണം. ഇനി നമ്മളിതിലേക്ക് തക്കാളിയാണ് ചേർക്കുന്നത്. 2 വലിയ തക്കാളിയും കൂടി നന്നായി കട്ട് ചെയ്ത് അതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിനെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം. ഇനിയിപ്പോൾ ഇതും കൂടി നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കുക. അപ്പോൾ തക്കാളി ഇട്ടതിന് ശേഷം ഒന്നും കൂടി ഇളക്കിയെടുക്കുക. പിന്നെ നമുക്കിതിലേക്ക് പാകത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കണം. നമ്മുടെ ഈ ഒരു മസാലയ്ക്ക് വേണ്ടിയിട്ടുള്ള ഉപ്പ് നമ്മൾ ചിക്കനിൽ ഉപ്പ് ചേർത്തതാണ്, അതുകൊണ്ട് ശ്രദ്ധിച്ചിട്ട് ഈ ഒരു മസാലയ്ക്ക് വേണ്ടി മാത്രം ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ തൈരാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അതും കൂടിയിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കുക. അപ്പോൾ ഈ തക്കാളിയിൽ നിന്ന് നന്നായിട്ട് ഉടഞ്ഞ് നിൽക്കുന്നവരെ ഞാൻ വഴറ്റുന്നില്ല. ജസ്റ്റ് മിക്സാക്കിയ ശേഷം ഞാനിതാ ഈ കുക്കർ ഒന്ന് അടച്ച് വെച്ച് നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. നല്ല രീതിയിൽ വെന്ത് ഉടയുന്ന പോലെ നമുക്ക് കിട്ടും കേട്ടോ. ഈ ഒരു രീതിയിൽ ചെയ്താൽ 1-2 വിസിൽ അടിക്കുന്നവരെ നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ ഇതാ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. നല്ല രീതിയിൽ നമ്മൾ തക്കാളിയും സവാളയൊക്കെ നല്ല വെന്ത് അടഞ്ഞിട്ടുണ്ട്. ഇങ്ങനെ ഉണ്ടാക്കിയ പെട്ടെന്ന് തന്നെ നമ്മുടെ മസാല റെഡി ആയിട്ടുണ്ട്. ഇനി ഈ ഒരു മസാലയിലേക്ക് കുറച്ച് കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കുക. അപ്പോൾ 1 ടീസ്പൂൺ കുരുമുളക് പൊടിയും ചേർത്ത് നമ്മുടെ ചിക്കനും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ചിക്കന് ഇത് കുറച്ച് മുന്നേ തന്നെ നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെക്കണം, അതിലേക്ക് മസാലയെല്ലാം നന്നായി പിടിക്കാൻ വേണ്ടി. ഇനി നമുക്കിതിലേക്ക് കുറച്ച് മല്ലിയിലയും കുറച്ച് പുതിനയും കൂടി ചേർത്ത് കൊടുക്കുക. അപ്പോൾ വളരെ കുറച്ച് പുതിനയും കുറച്ച് കൂടുതൽ നമ്മൾ ഈ പുതിന എടുക്കുന്നുണ്ട്, അത്രയും അതിൻ്റെ ഡബിളായിട്ട് നമുക്ക് മല്ലിയില എടുക്കേണ്ടത്. അപ്പോൾ അങ്ങനെ ഇട്ടതിന് ശേഷം നന്നായിട്ട് ഇതുപോലെ മിക്സാക്കി എടുക്കാം. നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. ഇനി ഇതൊന്ന് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുക. അപ്പോൾ ഈ ഒരു ചിക്കന് ഞാൻ ഇതിൽ നിന്ന് വേവിച്ചെടുക്കുന്നില്ല. ഇത് നന്നായിട്ടൊന്ന് ഇളക്കി നല്ലോണം തിളപ്പിച്ചെടുക്കുക വേണ്ടത്. അപ്പോൾ ഇത് 2-3 മിനിറ്റ് വരെ ഇതുപോലെ ഇളക്കി ഒന്ന് തിളപ്പിച്ചെടുക്കാം.
അപ്പോൾ ഇത് ചിക്കൻ നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കുക. ഒരു 3 മിനിറ്റ് വരെ ഞാനിതുപോലെ ഇളക്കിയെടുത്ത് വേവിച്ചെടുത്തതാണ്. ഒരു 1/4 ഭാഗം വരെ വെന്തിട്ടുണ്ടാവും. ഇനി നമുക്കിതിലേക്ക് അരി ഇടാം. നമ്മുടെ ബിരിയാണി അരി. ഞാനിതിവിടെ ജീരകശാല അരിയാണ് എടുത്തത്. അപ്പോൾ അത് ഇട്ട് അതിലേക്ക് ഞാൻ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നത്. ഇത് നമുക്ക് 2 രീതിയിൽ ഉണ്ടാക്കാം. അപ്പോൾ ഞാനിത് ഉപയോഗിക്കുന്നത് നല്ല തിളച്ച വെള്ളമാണ് കേട്ടോ. അതിനായിട്ട് നല്ല തിളപ്പിച്ച വെള്ളമാണ് ഇതിലേക്ക് ഉപയോഗിക്കുന്നത്. ഇത് നമുക്ക് 2 രീതിയിൽ ഉണ്ടാക്കാൻ പറ്റും. ഒന്നെങ്കിൽ നമ്മൾ ഈ ഒരു അരിൻ്റെ മുകളിലേക്ക് നിൽക്കുന്ന വിധത്തിൽ നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കുക. അരി ഒന്നും ഇളക്കാതെ വിധത്തിൽ നമ്മൾ ഇതുപോലെ ഒഴിച്ചതിന് ശേഷം അടച്ചു വെച്ച് വേവിച്ചാൽ മതി. അല്ലെങ്കിൽ ഇത് നന്നായിട്ടൊന്ന് ഇളക്കിയെടുത്തിട്ട് നമുക്ക് അങ്ങനെ വേവിച്ചെടുക്കാം. അപ്പോൾ ഇവിടെ ഞാൻ അരി ഇളക്കാതെയാണ് കേട്ടോ വെള്ളം ഒഴിക്കുന്നത്. സാധാരണ ഞാൻ ആ ഒരു രീതിയിലാണ് ഉണ്ടാക്കുന്നത്. അരിൻ്റെ മുകളിൽ നിൽക്കുന്ന വിധത്തിലാണ് വെള്ളം ഒഴിക്കുന്നത്. അപ്പോൾ ആ ഒരു രീതിയിൽ തന്നെ ഇപ്പോൾ ഇതാ ഇവിടെ വെള്ളം ഒഴിച്ച് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ഇളക്കിയെടുക്കണം എന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ആ വെള്ളം ഒഴിച്ചിട്ട് അതുപോലെ അടച്ചു വെച്ചും വേവിച്ചെടുക്കാം. അപ്പോൾ ഈ ഒരു സമയത്ത് ഞാൻ ഉപ്പും കൂടി ചേർത്തിട്ടാണ് നന്നായിട്ട് ഇളക്കിയെടുത്തിട്ട് വേവിച്ചെടുക്കുന്നത്. നമ്മളെ മസാലയിൽ ഉപ്പ് ഉണ്ടായതുകൊണ്ട് നമ്മൾ ഇതുപോലെ ചെയ്യുന്നത്. നിങ്ങൾ സെപ്പറേറ്റ് ആയിട്ട് വെള്ളം തിളപ്പിക്കുമ്പോൾ ആ ഒരു അതിലിട്ടാലും മതി കേട്ടോ. അപ്പോൾ അത് ഇട്ടതിന് ശേഷം നന്നായിട്ട് തിളപ്പിച്ച് നമുക്കിതൊന്ന് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം. ഒരു 10 മിനിറ്റ് വരെ ലോ ഫ്ലെയിമിലിട്ടിട്ട് വേവിച്ചെടുക്കേണ്ടതാണ്. 1 ഗ്ലാസ് അരിക്ക് 1 കപ്പ് വെള്ളം എന്ന ആ ഒരു രീതിയിലാണ് നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ടത്. അപ്പോൾ ഞാൻ സാധാരണ ഉണ്ടാക്കുന്നത് അരിൻ്റെ മുകളിൽ വെള്ളം നിൽക്കുന്ന അത്രയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ ആ ഒരു രീതിയിലാണ് ഇവിടെ ഒഴിച്ചത്. നിങ്ങൾക്ക് ഇങ്ങനെയാണ് ഈസി ആണെങ്കിൽ നിങ്ങൾ ഇതുപോലെ ഫോളോ ചെയ്യുക, അല്ലെങ്കിൽ വെള്ളം അളന്നിട്ട് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ എനിക്കിത് ഒന്നും കൂടെ എളുപ്പമായിട്ടാണ് തോന്നിയത്. അപ്പോൾ അതുപോലെ നമ്മൾ ഇളക്കിയെടുത്ത് നമ്മളിത് വേവിച്ചെടുത്താണ്. ഒരു 10 മിനിറ്റ് തന്നെ നമുക്ക് നല്ല ലോ ഫ്ലെയിമിലിട്ട് വേവിച്ചെടുക്കാം. അതായത് ഒരു വിസിൽ വരുന്നത് വരെയാണ് നമ്മളിത് വേവിച്ചെടുക്കുന്നത്. ആ സമയത്ത് തന്നെ നമ്മൾ തുറക്കാൻ പാടില്ല. ഇതിൻ്റെ പ്രഷറെല്ലാം പോയി ചൂടെല്ലാം ആറിയതിന് ശേഷം മാത്രമാണ് നമ്മളിത് തുറക്കേണ്ടത്. അപ്പോൾ അത് എല്ലാം പോയി റെഡി ആയതിന് ശേഷം ഞാനിതിൻ്റെ മുകളിലോട്ട് കുറച്ച് മല്ലിയിലയും കൂടി പുതിനയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ല ചൂടാറിയതിന് ശേഷമാണ് നമ്മൾ ഇത് വിളമ്പി എടുക്കേണ്ടത്. അപ്പോൾ ഒന്ന് ഒരു സ്പൂണോട് ജസ്റ്റ് ഒന്ന് മിക്സാക്കി എടുത്തതിന് ശേഷം നമുക്കിത് വിളമ്പിയെടുക്കാം. അപ്പോൾ ഇതാ വളരെ ഈസി ആയിട്ടുള്ള ഒരു ബിരിയാണിയാണ്. വെറും അരമണിക്കൂർ കൊണ്ടാണ് നമ്മൾ ഈ ഒരു ബിരിയാണി ഉണ്ടാക്കിയത്. അപ്പോൾ ചൂടാറിക്കഴിഞ്ഞാലാണ് നമ്മളിത് സെർവ് ചെയ്യുന്നത്. നല്ലോണം ചൂടാറില്ല, ചെറിയൊരു ചൂടോട് കൂടിയിട്ടാണ് നമ്മൾ സെർവ് ചെയ്യുന്നത്. അടിപൊളി ടേസ്റ്റാണ്. മസ്റ്റ് ട്രൈ ചെയ്ത് നോക്കണം. ചാനലിൽ ഇതുപോലത്തെ ഒരുപാട് ടൈപ്പുള്ള ബിരിയാണി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. പല വെറൈറ്റി ആയിട്ടുള്ള ബിരിയാണി. അപ്പോൾ താല്പര്യമുള്ളവർ കണ്ടുനോക്കുക. അതിൻ്റെ ഒരു പ്ലേലിസ്റ്റ് ആക്കി വെച്ചിട്ടുണ്ട്, ബിരിയാണി റെസിപ്പി എന്ന് പറഞ്ഞിട്ട്. നമ്മുടെ ഇന്ത്യയിൽ തന്നെ ഒരുപാട് ടൈപ്പുള്ള ബിരിയാണി ഉണ്ട്. അതിൻ്റെ ഓരോ ഭാഗമായിട്ട് ഞാൻ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇൻട്രസ്റ്റ് ഉള്ളവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യണേ. അപ്പോൾ ഇനി അടുത്ത നല്ല റെസിപ്പിയുമായി വീണ്ടും വരാം. ബായ്.